പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മഞ്ഞുതുള്ളികൾ ഈ പ്രഭാതത്തിലും നിങ്ങളെ തണുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു. പൗലോസ് ലീഹ എഴുതിയ ചില വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ തനിക്കൊരു തെറ്റിനെക്കുറിച്ചും കുറ്റബോധമില്ല, അല്ലായെങ്കിൽ താൻ തെറ്റുകാരനാണെന്ന് ഉള്ള ഒരു മനസാക്ഷിക്കുത്ത് തനിക്കില്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉദ്ധരിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടുവല്ലോ. അതോടൊപ്പം തന്നെ പൗലോസ് പറയുന്ന ചില വാക്യങ്ങൾ 2 കൊരിന്ത്യർ 12 നിന്ന് വായിക്കുന്നു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു. പൗലോസിന് ഒരു തിന്മയെക്കുറിച്ചും തനിക്ക് ഒരു ബോധ്യം ഇല്ല എങ്കിലും, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും തിന്മ ചെയ്തോ എന്ന് ഒരു മനസാക്ഷിക്കുത്തില്ല എങ്കിലും, അതിൻ്റെ അർത്ഥം താൻ പൂർണ്ണമായി നീതിമാനായി തീർന്നു എന്നല്ല. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമേ തൻ്റെ അവസ്ഥ എന്തെന്ന് വെളിപ്പെടുകയുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞ കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇവിടെ പൗലോസ് പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ബലഹീനനാകുന്ന ഒരു മനുഷ്യനാണ് താനെങ്കിലും, അത് ഏത് വിധത്തിലുമാകാം. തൻ്റെ ശരീര ബലഹീനത, അതോടൊപ്പം തന്നെ താൻ മുമ്പേ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റവും ഇല്ലായെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ താൻ അറിയാതെ പരാജയങ്ങൾ, അറിയാതെ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന അറിവ്, തിരിച്ചറിവ് പൗലോസിനെ കൊണ്ട് പറയിക്കുകയാണ്. ഞാൻ പെർഫെക്റ്റായ ഒരു വ്യക്തി ആയതുകൊണ്ടോ, നല്ലവണ്ണം എല്ലാ ഭാഗങ്ങളിലും കൃത്യതയോടുകൂടി ജീവിക്കുന്നത് കൊണ്ടോ അല്ല ദൈവം ഉപയോഗിക്കുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തിലെ ബലഹീനതയുള്ള മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപ പകർന്ന് എന്നെ നിർത്തുവാൻ ഇടയായിത്തീരുന്നു. ഇതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിച്ചേ മതിയാകുകയുള്ളൂ. അത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങളാണ്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ലോജിക്ക് എന്താണ്? നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും താൻ സൂചിപ്പിക്കുന്നത് ബലഹീനരാകുന്ന, നന്മയൊന്നുമില്ലാത്ത, നല്ലത് മാത്രം ചെയ്യുന്നവരെന്ന് അവകാശപ്പെടുവാൻ കഴിയാത്ത നമ്മളെപ്പോലുള്ള മനുഷ്യരെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ അനവധി വീഴ്ചകൾ വന്നിട്ടും നമ്മളെ തള്ളിക്കളയാതെ അവൻ്റെ കൃപ പൊതിഞ്ഞ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തിലെ പല ഉപകരണങ്ങളെയും പൊന്നു പൊതിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങളിൽ പലതും ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഖദിരമരത്തിൻ്റെ പ്രത്യേകത പോളിഷ് ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആശാരിക്ക് ചിന്തകളിട്ട് അതിനെ മിനുസപ്പെടുത്തുവാൻ കഴിയില്ല. നാരുകൾ ഉള്ള മരമാണ് ഖദിരമരം. എത്ര ചിന്തകളിടാൻ ശ്രമിച്ചാലും നാരുകൾ പൊങ്ങി വരും. ഒരിക്കലും പോളിഷ് ചെയ്ത് ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള മരമാണ് സമാഗമന കൂടാരത്തിലെ പല ഉപകരണങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. പിന്നെ എന്താണ് ചെയ്തത്? ആ ഉപകരണങ്ങളെ, ആ ഖദിരമരത്തെ, അതിൻ്റെ പലകകളെ പൊന്നു പൊതിയുകയാണ് ചെയ്തത്. ഇവിടെ പൊന്ന് ദൈവത്തിൻ്റെ കൃപയെ കാണിക്കുന്നു. പുറമെ നിന്ന് ആളുകൾ നോക്കുമ്പോൾ വളരെ തിളങ്ങുന്ന, മനോഹരമാകുന്ന പൊന്നു പൊതിഞ്ഞ ഉപകരണങ്ങൾ. പക്ഷെ അതിൻ്റെ അകത്തെന്താണ്? അകത്ത് നാരുകളുള്ള, ഒട്ടും ഭംഗിയില്ലാത്ത, എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും, എത്ര പോളിഷ് ചെയ്യാൻ ശ്രമിച്ചാലും ഭംഗി വെളിപ്പെടാത്ത കേവലം ഖദിരമരങ്ങൾ. ഇത് വലിയൊരു പ്രതീകമാണ്. നാം ഓരോരുത്തരുമാണ് ആ പൊന്നു പൊതിയപ്പെട്ട ഖദിരമരങ്ങൾ. അകത്തെ ജഡത്തിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ പൗലോസ് പറയുന്നത് പോലെ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ എത്ര ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ദൈവം എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാകാത്ത നാരുകൾ നിറഞ്ഞ ഖദിരമരമാണ് നമ്മളെങ്കിൽ അതിനെ ദൈവം തൻ്റെ കൃപയാകുന്ന പൊന്നു പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു. ലോകം കാണുന്നത് അകത്തുള്ള ഖദിരമരത്തെയല്ല, അകത്തുള്ള ബലഹീനനായ മനുഷ്യനെയല്ല. ലോകം കാണുന്നത് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അകത്തെ ബലഹീനതകളെയല്ല. ലോകം കാണുന്നത് ദൈവം തൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയുടെ തിളക്കമാണ്. പൊന്നു പൊതിഞ്ഞ് ദൈവം നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുകയാണ്. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, നീ ബലഹീനതകൾ ഉള്ളവനെങ്കിലും എൻ്റെ കൃപയുടെ പൊന്നു പൊതിഞ്ഞ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, ആ കൃപ നിനക്ക് മതി. അതേ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കേവലം മനുഷ്യരാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഒത്തിരി
സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കൃപയിൽ നമ്മെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.